അസ്സലാമലൈക്കും. തപ്പില്ലവും കൊണ്ടണ്ട് നമ്മൾ നബിയെ ചെമ്മതിന് ൂരേറെ ചെല്ല് നിത്യലാതെ ചെല്ല് കുട്ടിച്ചോറേ ചകത്തി ഒന്നിട്ടുണ്ട്. അസ്സലാമലൈക്കും. അടുത്തതായി സംഘഗാനം. അസ്സലാമു അലൈക്കും. ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗമെന്നോർത്തോളി ഉദിമതിയായി മുത്ത് മുഹമ്മദിൻ തോമൊഴിയുള്ളിലുറച്ചോളി. ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗമെന്നോർത്തോളി ഉദിമതിയായി മുത്ത് മുഹമ്മദിൻ തോമൊഴിയുള്ളിലുറച്ചോളി. അമ്മിഞ്ഞപ്പാലിൻ മധുരം ഇന്നു മറക്കാമോ? അമ്മിഞ്ഞപ്പാലിൻ മധുരം ഇന്നു മറക്കാമോ? ആയിരം പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ? ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗമെന്നോർത്തോളി ഉദിമതിയാത്ത് മുഹമ്മദിൻ തോമുറിയുള്ളിലുറച്ചോളി. താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ? താരാട്ടാനുമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ? താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ? താരാട്ടാനുമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ? ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് സ്നേഹക്കാവാണ് ഉമ്മ സഹനത്തണലാണ്. സ്നേഹക്കാവാണ് ഉമ്മ സഹനത്തണലാണ്. ഉമ്മാന്റെ കാലടി പാട്ടിലാണ് സുവർഗമെന്നോർത്തോളി ബുദ്ധിമതിയായി മുത്ത് മുഹമ്മദ് തോമൊഴിയുള്ളിലുറച്ചോളി. കണ്ണുള്ളോർക്കൊന്നും കണ്ണിൻ കാഴ്ചകളറിയൂല കരളിമ്പ പെറ്റുമ്മാനെ വാങ്ങാനൊക്കൂല. കണ്ണുള്ളോർക്കൊന്നും കണ്ണിൻ കാഴ്ചകളറിയൂല കരളിമ്പ പെറ്റുമ്മാനെ വാങ്ങാനൊക്കൂല. ഏറെ പൊറുക്കാനും എല്ലാം സഹിക്കാനും ഏറെ പൊറുക്കാനും എല്ലാം സഹിക്കാൻ മനസ്സുറപ്പുള്ളോര് ഉമ്മ മധുരക്കനിയാണ്. മനസ്സുറപ്പുള്ളോര് ഉമ്മ മധുരക്കനിയാണ്. ഉമ്മാന്റെ കാലടി പാട്ടിലാണ് സ്വർഗമെന്നോർത്തോളി ബുദ്ധിമതിയായി മുത്ത് മുഹമ്മദ് തോമൊഴിയുള്ളിലുറച്ചോളി. അമ്മിഞ്ഞപ്പാലിൻ മധുരം മറക്കാമോ? അമ്മിഞ്ഞപ്പാലിൻ മധുരം മറക്കാമോ? ആയിരം പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ? ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗമെന്നോർത്തോളി ബുദ്ധിമതിയായി മുത്ത് മുഹമ്മദ് തോമൊഴിയുള്ളിലുറച്ചോളി. അസ്സലാമു അലൈക്കും. അടുത്തതായി ഗാനം മുഹമ്മദ്. അസ്സലാമു അലൈക്കും. മാസലബീൻ സുദിനം മമ്പിരിമാണം പൂത്തല്ലോ ഇന്ന മഅബൂബ മുത്തല സൂനി പിലന്നാലാണല്ലോ. പുത്തനൊടുപ്പമെടുത്ത് കൊന്നുകരാണം തെത്താലെ ദഫിൻ താലത്തിലൊത്തു കുസുമം പൂക്കൾ വിരിഞ്ഞല്ലോ. മാസലബീൻ സുദിനം മമ്പിരിമാണം പൂത്തല്ലോ ഇന്ന മഅബൂബ മുത്തല സൂരി പിറന്നാലാണല്ലോ. ഹക്ക പലന്നതിൽ മുത്തല സൂര്യനെ ഒത്തിയൊരു കാലത്ത് സത്യമതത്തിൻ വിത്ത് മുറക്കം ത്യാഗം ചെയ്തൊരു പൂമുത്ത്. ഹക്ക് പലന്നത് മുത്ത് റസൂലിനെ ഒത്തിയെറിഞ്ഞു
മതത്തിൽ വിട്ടുമുഴക്കം ത്യാഗം ചെയ്തൊരു പൂമുത്ത് നീ വഹിക്കാൻ മാതൃകയിവര് നെഞ്ച് സ്വർഗപ്പൂ മലര് റബ്ബു ആട്ടിയ സ്നേഹനിലാവ് ഉപ്പിലൊഴുകും തേനീര് യാ നബി യാ റസൂൽ യാ ഹബീബല്ലാഹ് യാ നബി യാ റസൂൽ യാ ഹബീബല്ലാഹ് യാ നജിയല്ലാഹ് മുത്ത് യാ ഷഫിയല്ലാഹ് യാ നജിയല്ലാഹ് മുത്ത് യാ ഷഫിയല്ലാഹ് മാസലബിയും സുദിനം മമ്പിരിമാണം പൂത്തല്ലോ ഇന്ന് മഅബൂബ മുത്ത് റസൂൽ പിറന്നാളാണല്ലോ മലകൾക്കെല്ലാം മോചന നൽകി മാതൃകയായ നേതാവ് മാനവർക്കെല്ലാം തുല്യനീതിയിൽ മാനവതേകിയ മാനിതര് മലകൾക്കെല്ലാം മോചന നൽകി മാതൃകയായ നേതാവ് മാനവർക്കെല്ലാം തുല്യനീതിയിൽ മാനവതേകിയ മാനിതര് ഗണ്യശീലർ ഗൽമശീലർ ഗർമ്മപാതികളായവര് ലവില ജീവിത പൊൾകി യോഗം സ്വീകരിച്ചു മാനിതര് യാ നബി യാ റസൂൽ യാ ഹബീബല്ലാഹ് യാ നബി യാ റസൂൽ യാ ഹബീബല്ലാഹ് യാ നജിയല്ലാഹ് മുത്ത് യാ ഷഫിയല്ലാഹ് യാ നജിയല്ലാഹ് മുത്ത് യാ ഷഫിയല്ലാഹ് മാസലബിയും സുദിനം മമ്പിരിമാണം പൂത്തല്ലോ ഇന്ന് മഅബൂബ മുത്ത് റസൂൽ പിറന്നാളാണല്ലോ. അസ്സലാമു അലൈക്കും. ഇടനെഞ്ചിൽ ചേർത്തു പാടാം ഇതിഹാസത്തേറിയേറാം നബിയേ നബിയേ മുജ്തബ നബിയേ 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 മുജ്തബ നബിയേ നബിയേ ഇതൊരു താരം മൊഴിയറിഞ്ഞോളി തികവുള്ളൊരാത വൈകമിച്ചോളി ആ മലർച്ചോട്ടിൽ തണലേ തണലേ ആ മലർത്തോപ്പിൽ അഴകേ അഴകേ മതിൽ മുത്തൊളി മാല മധുരത്തെ പുഞ്ചോല മതിൽ മുത്തൊളി മാല മധുരത്തെ പുഞ്ചോല പാടാം പാടാം അപദാനങ്ങൾ പാടാം 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 അപദാനങ്ങൾ പാടാം നബിയേ നബിയേ മുജ്തബ നബിയേ 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 മുജ്തബ നബിയേ നബിയേ മദീനത്തെ മരതക രുളറിഞ്ഞോളി മുഹബത്തിൻ പൂവിൻ്റെ ഒരുളറിഞ്ഞോളി ആരംഭത്താ പ്രിയരേ പ്രിയരേ ആദര രാജ കമറേ കമറേ മാണിക്കല്ലാണ് മന്ദ
മുജ്തബ നബിയേ 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 മുജ്തബ നബിയേ നബിയേ അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ ഹലോ അസ്സലാമു അലൈക്കും. മാസം റബീഹിം സുദിനം അമ്പിളിമാനം പൂത്തല്ലോ. ഇന്ന് മെഹബൂബ് മുത്ത് റസൂല് പിറന്നാളാണല്ലോ. പുത്തനുടുപ്പുമടുത്ത് കുരുങ്ങുകളാനന്ദത്താരെ ദഫിൻ താളത്തിനൊത്ത് കുസുമത്ത് പൂക്കൾ വിരിഞ്ഞല്ലോ. മാസം റബീഹിം സുദിനം അമ്പിളിമാനം പൂത്തല്ലോ. ഇന്ന് മെഹബൂബ് മുത്ത് റസൂല് പിറന്നാളാണല്ലോ. ഹക്ക് പറഞ്ഞതിൽ മുത്ത് റസൂലിന് ഒത്തിയെറിഞ്ഞൊരു താലത്ത് സത്യമതത്തിൻ വിത്ത് മുളയ്ക്കാൻ ത്യാഗം തീർന്നൊരു പൂമുത്ത്. ഹക്ക് പറഞ്ഞതിൽ മുത്ത് റസൂലിന് ഒത്തിയെറിഞ്ഞൊരു കാലത്ത് സത്യമതത്തിൻ വിത്ത് മുളയ്ക്കാൻ ത്യാഗം തീർന്നൊരു പൂമുത്ത്. വിൽവടിക്കാൻ മാർഗനിടയെ നെഞ്ചി സ്വർഗപ്പൂമലരെ റബ്ബ് വാഴ്ത്തി സ്നേഹനില കുപ്പിയൊഴുകും തെളിനീര്. യാ നബി യാ റസൂൽ യാ ഹബീബല്ലാഹ്. യാ നബി യാ റസൂൽ യാ ഹബീബല്ലാഹ്. യാ നജിയല്ലാഹ് മുത്ത് യാ ഷഫിയല്ലാഹ്. യാ നജിയല്ലാഹ് മുത്ത് യാ ഷഫിയല്ലാഹ്. മാസം റബീഹിം സുദിനം അമ്പിളിമാനം പൂത്തല്ലോ. ഇന്ന് മെഹബൂബ് മുത്ത് റസൂല് പിറന്നാളാണല്ലോ. മഹിളകൾ എന്നും മോചനം നൽകി മാതൃക കാട്ടിയ നേതാവ്. മാനവർക്കെല്ലാം തുല്യ നീതികൾ മാനമരേ മാനിതരെ. മഹിളകൾ എന്നും മോചനം നൽകി മാതൃക കാട്ടിയ നേതാവ്. മാനവർക്കെല്ലാം തുല്യ നീതികൾ മാനമരേതികൾ മാനിതര്. ധ്യാനശീലർ കർമ്മദീനൻ ധർമ്മപാലകയാരവരെ. ലളിതീനർ പുൽകി ലോകം സ്വീകരിച്ചൊരു മാനിതരെ. യാ നബി യാ റസൂൽ യാ ഹബീബല്ലാഹ്. യാ നബി യാ റസൂൽ യാ ഹബീബല്ലാഹ്. യാ നജിയല്ലാഹ് മുത്ത് യാ ഷഫിയല്ലാഹ്. യാ നജിയല്ലാഹ് മുത്ത് യാ ഷഫിയല്ലാഹ്. മാസം റബീഹിം സുദിനം അമ്പിളിമാനം പൂത്തല്ലോ. ഇന്ന് മെഹബൂബ് മുത്ത് റസൂല് പിറന്നാളാണല്ലോ. അസ്സലാമു അലൈക്കും. മൂന്നാം ക്ലാസ്സിന്റെ പരിപാടി അവസാനം. ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ സർട്ടിഫിക്കറ്റ് വിതരണമാണ് എല്ലാ അസ്സലാമു അലൈക്കും. ഉൽകുറുമൽ ജാന നബിയൽ മുദാന ഉൻഷിദ് ഫർഹാന സനായൻ ജാന. ഉൽകുറുമൽ ജാന നബിയൽ മുദാന ഉൻഷിദ് ഫർഹാന സനായൻ ജാന. വഅബി ദുനിയാന ضوءا منيرا جاء به أخرانا ليلا بريئا. اذكر ملجانا نبيا زانا انشد فرحانا ثنايا شانا. اذكر ملجانا نبيا زانا انشد فرحانا ثنايا شانا. أوتيت دينا فخيما أرشدت نهجا عظيما أوسنت قوما غنيما. اذكر ملجانا فلا أنت اذكر ملجانا نبيا زانا انشد فرحانا ثنايا شانا. اذكر ملجانا نبيا زانا انشد فرحانا ثناء شانا. أنت نبي
ونشد فرحانا ثنايا شانا ونذكر ملجانا نبيا زانا ونشد فرحانا ثنايا شانا جبريل جاء بيوم اقرأ فقلت بروم جبريل جاء بيوم اقرأ فقلت بروم اذكر ملجانا نبيا زانا ونشد فرحانا ثنايا شانا اذكر ملجانا نبيا زانا ونشد فرحانا ثنايا شانا وأبي دنيانا ضوءا منيرا جاء به أخرانا ليلا مريئا اذكر ملجانا نبيا زانا ونشد فرحانا ثنايا شانا اذكر ملجانا نبيا زانا ونشد فرحانا ثنايا شانا. السلام عليكم. അസ്സലാമു അലൈക്കും. ആദരക്കനി മരം ത്വഹ റസൂല് ആസ്വരം തരും വരം ഹൈറം സബീല് ആലമിൽ അനുഗ്രഹം നൂറെ കമാല് അലമുൽ ഹുദാനിധി ലംഘും ജമാല് ആലമിൽ അനുഗ്രഹം നൂറെ കമാല് അലമുൽ ഹുദാനിധി ലംഘും ജമാല് ആദരക്കനി മരം ത്വഹ റസൂല് ആസ്വരം തരും വരം ഹൈറം സബീല് ആലമിൽ അനുഗ്രഹം നൂറെ കമാല് അലമുൽ ഹുദാനിധി ലംഘും ജമാല്. അസ്സലാമു അലൈക്കും. അബ്ദുൽ റഹീം ഗാനം. അസ്സലാമു അലൈക്കും. തേടിടാം മധുഹോദിടാം നബി തങ്ങളൊന്ന് കനവിലെത്താൻ തേങ്ങലാൻ ഇരവോദിടാം നബി തിങ്കളെ കണ്ടിടുവാൻ തേടിടാം മധുഹോദിടാം നബി തങ്ങളൊന്ന് കനവിലെത്താൻ തേങ്ങലാൻ ഇരവോദിടാം നബി തിങ്കളെ കണ്ടിടുവാൻ ഈന്തമരങ്ങളും ഒന്നായി പടിയിലെ ഇറയോൻ ഹബീബിന്റെ സവിധം കൊതിച്ചില്ലേ ഈന്തമരങ്ങളും ഒന്നായി പടിയിലെ ഇറയോൻ ഹബീബിന്റെ സവിധം കൊതിച്ചില്ലേ അജറും ഷജറുകൾ ഒന്നായി ഉരത്തില്ലേ ഹക്കായ നാഥൻ വഴിയിൽ പെരുത്തില്ലേ അജറും ഷജറുകൾ ഒന്നായി ഉരത്തില്ലേ ഹക്കായ നാഥൻ വഴിയിൽ പെരുത്തില്ലേ തേടിടാം മധുഹോദിടാം നബി തങ്ങളൊന്ന് കനവിലെത്താൻ തേങ്ങലാൻ ഇരവോദിടാം നബി തിങ്കളെ കണ്ടിടുവാൻ ഉമ്മത്തിനാകെ നൂറായി തെളിഞ്ഞില്ലേ ഉടയോന്റെ തൗഹീദിനൊളിവായി ജ്വലിച്ചില്ലേ ഉമ്മത്തിനാകെ നൂറായി തെളിഞ്ഞില്ലേ ഉടയോന്റെ തൗഹീദിനൊളിവായി ജ്വലിച്ചില്ലേ മേറാജ് രാവിലെ ആകാശം കയറിയില്ലേ മികവോടെ നാഥൻ കലാമും വിതച്ചില്ലേ മേറാജ് രാവിലെ ആകാശം കയറിയില്ലേ മികവോടെ നാഥൻ കലാമും വിതച്ചില്ലേ തേടിടാം മധുഹോദിടാം നബി തങ്ങളൊന്ന് കനവിലെത്താൻ തേങ്ങലാൻ ഇരവോദിടാം നബി തിങ്കളെ കണ്ടിടുവാൻ സ്വലാത്ത ദമ്പതയല്ലാഹു നൽകിലെ സമതാവൻ പിന്നെ അതഞ്ചിലൊതുക്കിലേ സ്വലാത്ത ദമ്പതയല്ലാഹു നൽകിലെ സമതാവൻ പിന്നെ അതഞ്ചിലൊതുക്കിലേ മൗതാടയും മുമ്പേ നബിയോരെ കാണാൻ മന്നാന് സൗഭാഗ്യം നൽകുവായത്തിലെ മൗതാടയും മുമ്പേ നബിയോരെ കാണാൻ മന്നാന് സൗഭാഗ്യം
തങ്ങൽ ഗുഹയത്തിലെ തേടിടാം മധുഹോദിടാം നബി തങ്ങളൊന്ന് കനവിലെത്താൻ തേങ്ങളെ ഇരവൂതിടാം നബി തിങ്കളെ കണ്ടിടുവാൻ. അസ്സലാമു അലൈക്കും. രാവിനൂറ് ഹുദാനിധി ഹറം പൂവ് നബി നിലാവിനൂറ് ഹുദാനിധി ഹറം പൂവ് ചമ്പാരച്ചാരത്തെ ത്വാഹായൻ തയകന്നോ ചമ്മാനച്ചേരുള്ള പൂങ്ക നജപന്നോ ഈനാവ് തന്നില്ല മദീന കണ്ടില്ല ഈനാവ് തന്നില്ല മദീന കണ്ടില്ല നബി നബി നിലാവിനൂറ് ഹുദാനിധി ഹറം പൂർ നബി നബി നിലാവിനൂറ് ഹുദാനിധി ഹറം പൂവ് ആലമില്ലാരാവിൽ ചിന്തിടും നീലരാവിൽ ആലമില്ലാരാവിൽ ചിന്തിടും നീലരാവിൽ പുഞ്ചിരിച്ചൊരു നേരത്തെ ആയിരം കമഴികത്തെ പുഞ്ചിരിച്ചൊരു നേരത്തെ ആയിരം കമഴികത്തെ ഇലാവ് തൊന്നുള്ള ജീവിതം ആമീനബി തൻ്റെ മോനെ മാനത്തെ മാലകമാരെ ആനന്ദം കൊള്ളിച്ച മീനെ ഇലാവ് തൊന്നുള്ള ജീവിതം ആമീനബി തൻ്റെ മോനെ മാനത്തെ മാലകമാരെ ആനന്ദം കൊള്ളിച്ച മീനെ നബി നബി നിലാവിനൂറ് ഹുദാനിധി ഹറം പൂർ നബി നബി നിലാവിനൂറ് ഹുദാനിധി ഹറം പൂർ എന്നും എഴുതും കിതാബിലെ മുഹബത്താണ് നബിയെ ലംഘും മതിൽ മതിലെ കിസ്മത്താണ് നബിയെ എന്നും എഴുതും കിതാബിലെ മുഹബത്താണ് നബിയെ ലംഘും മതിൽ മതിലെ മുഹബത്താണ് നബിയെ. അടുത്തതായി വിത്തദാദ് പ്രസംഗം. സദസ്സിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അധ്യക്ഷരെ, മറ്റു ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സഹപാഠി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. നബിയുടെ കുട്ടിക്കാലം എന്ന വിഷയത്തെ ആസ്പദമായി രണ്ട് വാക്ക് ഞാൻ പറയട്ടെ. ഞാൻ കുട്ടിയാണ്. എന്റെ മുമ്പിൽ നിൽക്കുന്ന അധിക പേരും കുട്ടികളാണ്. പക്ഷേ നമ്മുടെ കുട്ടിക്കാലം പോലെയായിരുന്നില്ല നബിയുടെ കുട്ടിക്കാലം. സ്വന്തം പിതാവിനെ കൺകുളിർക്കി കാണാനുള്ള സൗഭാഗ്യം മഹാനവകൾക്കുണ്ടായിട്ടില്ല. തനിക്ക് 6 വയസ്സുള്ളപ്പോൾ ഉമ്മയും മരിച്ചു. തീർത്തും യതീമായിട്ടാണ് പിന്നെ തങ്ങൾ വളർന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിൽ നബി ആരോടും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. കുട്ടിക്കാലത്ത് നമ്മുടെ കുട്ടികളെ പോലെ വാശി പിടിച്ചത് ഒരു പരാതി അദ്ദേഹത്തിനുണ്ടായിട്ടില്ല. എനിക്ക് വിശക്കുന്നു, എനിക്ക് ഇന്നത് വേണമെന്ന് കുട്ടിക്കാലത്ത് നബി ആരോടും പറഞ്ഞിട്ടില്ല. കുട്ടികൾക്ക് നബിയുടെ കുട്ടിക്കാലം മാതൃകയാണ്. യുവാക്കൾക്ക് നബിയുടെ യൗവനകാലവും മധ്യവയസ്സുകാർക്ക് നബിയുടെ യൗവനകാലത്തിന് ശേഷമുള്ള കാലം മാതൃക തന്നെയാണ്. എല്ലാ വിഭാഗങ്ങൾക്കും മാതൃക തന്നെയാണ് പിൻവലിക്കുന്നത്. നബിയുടെ ശഫാഅത്തിൽ ഉൾപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. അടുത്തതായി മുഹമ്മദ് റബീഹിക്ക് പ്രസംഗം. പ്രിയ
പ്രിയപ്പെട്ട ഉസ്താദുമാരെ, ഉമ്മമാരെ, ഉപ്പമാരെ, സഹപാഠികളെ, അസ്സലാമു അലൈക്കും. ഞങ്ങളുടെ ഉമ്മയെയും ഉപ്പയെയും കുറിച്ചാണ് ഞാൻ ഈ വേദിയിൽ പറയാൻ പോകുന്നത്. നമ്മെ സൃഷ്ടിച്ച അള്ളാഹുവിനുള്ള കടപ്പാടുകൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ബാധ്യതയുള്ളത് നമ്മുടെ മാതാപിതാക്കളോടാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് ആരാധിക്കുക, ശിർക്ക് ചെയ്യരുത്, മാതാപിതാക്കളോട് നിങ്ങൾ നന്മ ചെയ്യുക. മാതാപിതാക്കളോട് കാണിക്കേണ്ട കാരുണ്യവും സ്നേഹവും പെരുമാറ്റ രീതികളും പലയിടങ്ങളിലായി ഖുർആനിൽ വ്യക്തമാക്കുന്നുണ്ട്. സ്വന്തം മാതാവിനെ അടുത്ത് കണ്ണീരൊരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാപിതാക്കൾക്ക് അർഹമായ പരിഗണന നൽകിക്കൊണ്ട് ശക്തമായ ഭാഷ നിർദ്ദേശിച്ചത് നമുക്ക് കാണാം. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിന് അത്ഭുതം വിളിച്ചോ തന്നത് മാതാപിതാക്കളാണെന്നതിനാൽ അവരോട് മാത്രമേ പെരുമാറാവൂ. ചിലം തങ്ങൾ പറഞ്ഞു, ഒരാൾ മാതാപിതാക്കളെ എങ്ങനെയാണ് ശപിക്കുക എന്ന് ചോദിച്ചു. ഒരാൾ മറ്റൊരാളുടെ പിതാവിനെ ചീത്ത പറഞ്ഞാൽ അവൻ തിരിച്ചും ഇവന്റെ പിതാവിനെ ചീത്ത പറയും. ആയതിനാൽ തിരുനെൽസലയുടെ ജന്മദിനത്തിൽ ആഘോഷിക്കുന്ന ഈ വേദിയിൽ എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന മുഴുവൻ ആളുകളോട് ഞാൻ ഉറത്തുന്നു, മാതാപിതാക്കൾ നമ്മുടെ വിലമതിക്കാനാവാത്ത സ്വത്തായി ഞാൻ കാണുക. ഇത്രയും പറഞ്ഞ് ഞാൻ എന്റെ പ്രശ്നം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി മുഹമ്മദ് സൈനിക്ക് പ്രസംഗം. അസ്സലാമലൈക്കും. പ്രിയപ്പെട്ട ഉസ്താദന്മാരെ, സഹപാഠി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ആദരവ്, ബഹുമാനം എന്നിവ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. അവയെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാനാണ് ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്വർഗത്തിൽ എല്ലാ അനുഭവവും അനുഭവിച്ചു കഴിയുന്ന ഒരാളായിരുന്നു ഇബ്ലീസ്. അവനെ അള്ളാഹു പുറത്താക്കി. മഹാനായ ആദം അലൈഹി ഇസ്ലാമിനെ സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ചു. മാത്രമല്ല അള്ളാഹുവിനെ വിധിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതിൽ വളരെയധികം പാഠമുണ്ട്. അതായത് അനുസരണം നമുക്ക് ഏറ്റവും ആവശ്യമാണെന്നും അതിന് കൂട്ടാകത്തനം എത്ര ഉയർന്ന സ്ഥാനത്ത് നിന്നാണ് സ്ഥാനം നഷ്ടപ്പെടുമെന്നാണ് വാക്ക്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവാര്യന്മാർ, മുതിർന്നവർ തുടങ്ങി പലരോടും നാം മര്യാദ കാണിക്കണമെന്നുണ്ട്. എന്നാൽ മാത്രമേ നമ്മൾ ഉന്നത സ്ഥാനത്ത് എത്തിപ്പെടാൻ കഴിയുകയുള്ളൂ. പലപ്പോഴും നമ്മൾ ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് മുതിർന്നവരെ അനുസരിക്കാതെ ഇരിക്കാറുണ്ട്. ഗുരുവായൂരന്മാരെ ചീത്ത വയ്ക്കാറുമുണ്ട്. ഇബ്ലീസിന്റെ പാഠം എപ്പോഴും ഓർത്തു വെക്കണമെന്ന് ഉണർത്തി എന്റെ കൊച്ചു പ്രസംഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി മുഹമ്മദ് ബിഷറിന്റെ പ്രസംഗം. തൊട്ടടുത്ത് മുഹമ്മദ് ബിഷർ കേട്ടി ഗാനം. അസ്സലാമു അലൈക്കും. സ്നേഹമുള്ള ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ലോകത്താകെ മുത്തുനബിയുടെ കീർത്തനങ്ങൾ പാടിയും കൊണ്ടിരിക്കുന്ന കുട്ടികൾ പ്രവാചകൻ എന്ന വിഷയത്തിൽ ഞാനും ചിലത് റബ്ബ് തൗഫീഖ് നൽകട്ടെ. കുരുന്നുകളുടെ അതിർത്ത് സ്നേഹമായിരുന്നു മുത്തുനബിക്ക്. കുരുന്നുകളോട് വാത്സല്യമില്ലാത്തതിൽ അതിൽപ്പെട്ട എന്നാണ് എന്നെ പഠിപ്പിച്ചത്. ഒരിക്കൽ ഒരു പെണ്ണത്തിൽ കളിച്ച് രസിച്ചു കൊണ്ടിരിക്കുന്ന ചായത്തുകൂടെ മുത്തുനബി പോയപ്പോൾ ഒരു കുട്ടി മാത്രം ഒന്നിനും പങ്കുകൊള്ളാതെ നിരാശനായിരിക്കുകയായിരുന്നു. മുത്തുനബി കുട്ടിയെ വിളിച്ച് കാരണം തേടി. കുട്ടി പറഞ്ഞു, കുട്ടുണുപ്പില്ലാത്ത ഞാനെങ്ങനെ കുട്ടുണു പണിഞ്ഞ് അവരോട് കൊണ്ടുപോകും. ഇത് കേട്ട് അലിയും ദേഹം തോന്നിയ കരുണസാഗരം മുത്തുനബി കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയും ഭക്ഷിപ്പിക്കുകയും പുറമെ പുതുവസ്ത്രങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. നോക്കൂ, അവിടുത്തെ കൊന്നു സ്നേഹിക്കുന്ന എത്ര സംഭവങ്ങൾ. തന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ തങ്ങന്മാരെ എവിടെ വെച്ച് കണ്ടുവല്ലോ വാര്യത്ത് മുത്തുനബിയുടെ പതിവായിരുന്നു. എന്നാൽ ചില സമയത്ത് മുത്തുനബി സുജൂദ് ചെയ്യുമ്പോൾ മുത്തുനബിയുടെ ചുമലിൽ കയറി കളിക്കൽ അവിടെ ഹോബിയായിരുന്നു. എന്നാൽ അവർ എത്തി വീഴാതെ മുത്തുനബി ഹലോ. അസ്സലാമു അലൈക്കും. ത്വഹാ നബി എൻ സ്നേഹക്കനി, തിങ്കൾ നബി എൻ മിന്നും നബി. ത്വഹാ നബി എൻ സ്നേഹക്കനി, തിങ്കൾ നബി എൻ മിന്നും നബി. ആരിലും പൊൻതാരമായി ആമിന ബി ഓമലായി. ആരിലും പൊൻതാരമായി ആമിന ബി ഓമലായി. വന്നു നിറഞ്ഞു ഈ പാരിലായി. ത്വഹാ നബി എൻ സ്നേഹക്കനി, തിങ്കൾ നബി എൻ മിന്നും നബി. ത്വഹാ നബി എൻ സ്നേഹക്കനി, തിങ്കൾ നബി എൻ മിന്നും നബി. മഹിൽ പൂത്തൊരാ
പെയ്തൊരാ പൂവരെ അശകൊളി അഴകൊളി അധിപതിനൂറെ ഹൈറനിലാവോരെ അശകൊളി അഴകൊളി അധിപതിനൂറെ ഹൈറനിലാവോരെ ത്വഹ നബി എൻ സ്നേഹക്കനി തിങ്കൾ നബി എൻ മിന്നും നബി ത്വഹ നബി എൻ സ്നേഹക്കനി തിങ്കൾ നബി എൻ മിന്നും നബി ത്വഹ നബി എൻ സ്നേഹക്കനി തിങ്കൾ നബി എൻ മിന്നും നബി. Assalamu alaikum. Dear brothers, parents and teachers, I am so happy and privileged to address this function. So first and foremost, I praise Allah who blessed me with this opportunity. Now I want to take this chance for presenting my views about Islam. Allah says in Holy Quran, don't I ask non-Muslim. Islam is the only one religion acceptable to Allah. All other religions are deviation from the real path. The first man on earth was Adam. He worshipped only one God. Assalamu alaikum. അടുത്തത് സഹബിഷ് എ പ്രസംഗം. അടുത്തത് തൊട്ടടുത്ത് ബിസ്റുൽ ഹാഫി ഖാൻ. കുട്ടികളെ ശ്രദ്ധിക്കാം, 4ാം ക്ലാസ് എ കഴിയാറായി. ഇനി അതിനുശേഷം 4B. വളരെ കുറഞ്ഞ പരിപാടികളുള്ളൂ, അതുകൊണ്ട് എല്ലാവരും ഇരിക്കുക. 4ാം ക്ലാസ്സിൻ്റെ പരിപാടി കഴിയുന്നതോടുകൂടെ നമ്മുടെ വേദിയിൽ ഫ്ലവർ ഷോ ഉണ്ടാവുന്നതാണെന്ന് അറിയിക്കാം. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങൾക്ക് മുമ്പിൽ 2 വാക്ക് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, ലോകം മുഴുവനും അധർമ്മത്തിന്റെ ഇരുട്ടിൽ മൂടപ്പെട്ട നന്മയും തിന്മയും തിരിച്ചറിയാൻ ആവാത്ത വിധം അധപ്പതിച്ച ഒരു സമയത്തിലേക്കായിരുന്നു നന്മയുടെ വെളിച്ചം പകരാനായി നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നത്. തൗഹീദിന്റെ അമരത്വം പാരിലാക്കി നിലയ്ക്കിയതിന് സ്വന്തം നാടും വീടും വിട്ടുപോകേണ്ടി വന്നു ആ പ്രവാചകന്. എന്നിട്ടും തന്റെ നാട്ടുകാർ ദുരിതത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ തന്റെ നാടിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് രംഗമായി സഹായിച്ച കരുണക്കടലായി റസൂൽ ജീവിതത്തിൽ നിന്ന് കോപത്തെ ഒഴിവാക്കാനും വിനയവും വിട്ടുവീഴ്ചയും കാണിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. അവിടുത്തെ സ്വഭാവം ദർശിച്ചു മാതാപിതാക്കളോടുള്ള കടമകൾ ഇത്ര ഊന്നി പറഞ്ഞ മറ്റൊരു നേതാവിനെ നമുക്ക് ലോക ചരിത്രത്തിൽ വെച്ച് കാണാൻ സാധിക്കുകയില്ല. അവിടുത്തെ സ്വഭാവം ദർശിച്ചുകൊണ്ട് ശത്രുക്കൾ പോലും ഒട്ടുമിത്രങ്ങളാകുന്ന അത്ഭുതമായിരുന്നു അന്ന് ലോകത്ത് ദർശിക്കുവാൻ സാധിച്ചത്. ആ പ്രവാചകന്റെ പാതകൾ പിൻപറ്റിക്കൊണ്ട് അല്ലാഹു നമുക്ക് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞ ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും. അടുത്തതായി പ്രസംഗം ഉമർ ഖാൻ. ബഹുവന്യരായ അധ്യക്ഷരെ, സമാധാനീയരായ ഉസ്താദ്മാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അധർമ്മത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് മാനവ രാഷ്ട്രീയ ധർമ്മത്തിന്റെ ഒരു വെളിച്ചത്തിലേക്ക് ആനയിച്ച പ്രവാചകന്റെ ജന്മദിനത്തിലാണ് നാം ഒത്ത് ചേർന്നിരിക്കുന്നത്. ലോകമെങ്ങും ഒരു വെളിച്ചം ചേരുമ്പോൾ ആ പ്രവാചകനിലേക്ക് മടങ്ങുന്നത് മാത്രമാണ് നമ്മുടെ മുന്നിലെ വഴി. മനുഷ്യ ജീവിതത്തിലെ ഓരോ സന്ദർഭത്തിലും എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രവാചകൻ. അതനുസരിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം സന്തോഷത്തിനും സമാധാനത്തിനും ആകും. കോപിക്കരുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. വിനയവും വിട്ടുവീഴ്ചയും കാണിക്കാൻ നമ്മെ പഠിപ്പിച്ചു. സാമൂഹ്യ ജീവികളോട് അരുതെന്ന് പറഞ്ഞ് പ്രവാചകൻ കാണിച്ച ആർജവം ഈ ലോകത്തിൽ മാത്രം.
കൂടുന്ന നാളിഞ്ഞയാശിച്ച് ചെന്താര ചുണ്ടോ ചെമ്പക ചെണ്ടോ ചേലൊന്ന് കാണാൻ ഞാൻ മോഹിച്ച് ചാരത്തു വന്ന് ചേർന്നിരുന്ന് കൂടുന്ന നാളിഞ്ഞയാശിച്ച് കൂടുന്ന നാളിഞ്ഞയാശിച്ച് പതിവിന്റെ മധുരം പൊഴിയുന്നിയതരം അതിനത്തെ പോയ തിരുവിതുരം മനം കൊളിർപ്പിക്കും മരുപച്ചയോരം മുത്ത് മെഹബൂബേ പതിമക്ക പരിമള പൂവേ പകൽ പ്രഭകൾക്കു മടങ്ങിന്നിലാവേ പുകളേറ്റു പാടി പുണ്യങ്ങൾ തേടി പ്രണയിച്ചവർ മുത്തിലെ കോടി പുകളേറ്റു പാടി പുണ്യങ്ങൾ തേടി പ്രണയിച്ചവർ മുത്തിലെ കോടി ഏറുന്നു പൂതി എന്നാണ് വാരി എന്നെ വിളിക്കൂല മഹബൂബേ എന്നെ വിളിക്കൂല മഹബൂബേ മനസ്സിന്റെ അകത്ത് മുഖപത്ത് പരുത്ത് മരതകപ്പതി തൊയ്വ കൊതിത്ത് ദിനം ഒരുകുന്നു കനവുകൾ കാത്ത് മനസ്സിന്റെ അകത്ത് മുഹബത്ത് പരുത്ത് മരതകപ്പതി തൊയ്വ കൊതിത്ത് ദിനം ഒരുകുന്നു കനവുകൾ കാത്ത് മുത്ത് മെഹബൂബേ പതിമക്ക പരിമള പൂവേ പകൽ പ്രഭകൾക്കു മടങ്ങിന്നിലാവേ മുത്ത് മെഹബൂബേ പതിമക്ക പരിമള പൂവേ പകൽ പ്രഭകൾക്കു മടങ്ങിന്നിലാവേ സത്യം നിത്യം ചൊന്ന് സൗഭാഗ്യങ്ങൾ തന്ന് പവിഴപ്പത്തിളങ്ങിയ ജീവേ പതിമതി മധുമലത്താവേ സത്യം നിത്യം ചൊന്ന് സൗഭാഗ്യങ്ങൾ തന്ന് പവിഴപ്പത്തിളങ്ങിയ ജീവേ പതിമതി മധുമലത്താവേ മുത്ത് മെഹബൂബേ പതിമക്ക പരിമള പൂവേ പകൽ പ്രഭകൾക്കു മടങ്ങിന്നിലാവേ മുത്ത് മെഹബൂബേ പതിമക്ക പരിമള പൂവേ പകൽ പ്രഭകൾക്കു മടങ്ങിന്നിലാവേ. അസ്സലാമു അലൈക്കും. അടുത്തത് മുഹമ്മദ് അബ്ദുൽ. ആദരണീയരായ ഉസ്താദുമാരെ, മാതാപിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ മുത്തുമുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാനാണല്ലോ നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഈ സുന്നത്തിൽ കുട്ടികളോടുള്ള മുത്തുനബിയുടെ മുഹബ്ബത്തിനെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മുത്തുനബി കുട്ടികളെ അതിരിച്ച് സ്നേഹിച്ചിരുന്നു. കുരുന്നുകളോട് വാത്സല്യമില്ലാത്തവൻ എന്നിൽപ്പെട്ടവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. യുദ്ധവേളകളിൽ കുട്ടികളെ വധിക്കുന്നത് പോലും അവിടുന്ന് നിരോധിച്ചു. പല സന്ദർഭങ്ങളിലൂടെയും കുട്ടികളോട് സ്നേഹത്തിന്റെയും തലോടലിന്റെയും പ്രാധാന്യം നമ്മെ ബോധ്യപ്പെടുത്തി. ഒന്ന് രണ്ട് സംഭവങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഒരിക്കൽ ഒരു പെരുന്നാൾ സുദിനത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മുത്തുനബി കുട്ടികളുടെ അടുത്തുകൂടെ മുത്തുനബി പോവുകയായിരുന്നു. അപ്പോഴാണ് ഒരു കുട്ടി ഇതിലൊന്നും പങ്കുചേരാനും നിരാശയോടെ ഇരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുട്ടിയെ അടുത്ത് വിളിച്ചു കാരണം ചോദിച്ചു. കുരുന്ന് പറഞ്ഞു, നബിയെ, പുത്തനുടുപ്പില്ലാത്തവനാണ് പുത്തനുടുപ്പണിഞ്ഞ് അവരുമായി കൂട്ടുകൂടുന്നത്. ഇത് കേട്ട് കാറിനെ കടല കുട്ടിയെ അടുത്ത് വിളിച്ചു കാരണം ചോദിച്ചു. കുരുന്ന് പറഞ്ഞു, നബിയെ, പുത്തനുടുപ്പില്ലാത്തവനാണ് എങ്ങനെയാണ് പുത്തനുടുപ്പണിഞ്ഞ് അവരുമായി കൂട്ടുകൂടുന്നത്. ഇത് കേട്ട് കാറിനെ കടലായ മുത്തുനബി കുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും വയറു നിറയെ ഭക്ഷണം കൊടുക്കുകയും പുതുവസ്ത്രം ധരിപ്പിക്കുകയും
നോക്കൂ കൂട്ടുകാരെ, അവിടുത്തെ കുട്ടികളോടുള്ള സ്നേഹം. ഇത്രയും സ്നേഹനിധിയായ മുത്തുനബിയുടെ മുഹബത്ത് നമുക്കും പ്രകടിപ്പിക്കണ്ടേ? അതിനായി അവിടുത്തെ ജീവിതങ്ങൾ പിൻപറ്റിക്കൊണ്ടും അവിടുത്തേക്ക് ധാരാളം സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടും നബിയെ നമുക്ക് സ്നേഹിക്കാം. നാഥനദിയിൽ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. അടുത്തതായി ഒരു ഗാനം മാസിൻ കെ. السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വളരെയേറെ പവിത്രത നിറഞ്ഞ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് പൂജാതനായ മാസമാണ് റബീഉൽ അവ്വൽ. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ സർവ്വചരാചരങ്ങളുടെയും സൃഷ്ടിപ്പിന്റെ കാരണഭൂതനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സർവ്വലോകർക്കും അനുഗ്രഹവും കാരുണ്യവുമായിട്ടാണ് നിയോഗിക്കപ്പെട്ടത്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അഥവാ സർവ്വചരാചരങ്ങൾക്ക് സൃഷ്ടിപ്പിന്റെ കാരണഭൂതനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സർവ്വചരാചരങ്ങൾക്കും അനുഗ്രഹമായിട്ടാണ് നിയോഗിക്കപ്പെട്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം ഈമാനിന്റെ ഏറ്റവും വലിയ അടിസ്ഥാന ഘടകമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. അഥവാ സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും സർവ്വജനങ്ങളെക്കാളും കൂടുതലായി എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ ഒരു യഥാർത്ഥ മുഅ്മിനീകളാവുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം ഈമാനിന്റെ ഏറ്റവും വലിയ അളവുകോലാണെന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വഹാബികൾ അവർക്കു ശേഷം വന്ന മഹാന്മാരുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം സ്നേഹിച്ചവരായിരുന്നു. ഇതുപോലെ നിരവധി ചരിത്ര സംഭവങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. ശക്തമായ യുദ്ധം നടക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ വരുന്ന അമ്പുകളും വെട്ടുകളും സ്വന്തം ശരീരം കൊണ്ട് നടന്ന സൗദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്ക് വലിയ പാഠമാണ്. ഇതുപോലെ നിരവധി വലിയ പാഠമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചരിത്രം നമുക്ക് ഏതെങ്കിലും മാസത്തിലോ സമയത്തോ പറഞ്ഞു തീർക്കാനുള്ളതല്ല. നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും അനിവാര്യ ബാധ്യതയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാനും വിധം സ്നേഹിക്കാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത്രയും പറഞ്ഞ് എന്റെ ഈ കൊച്ചു പ്രസംഗം ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സുരക്ഷ നൽകാൻ ബാധിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഒരു മസീദ് നീ എൻ്റെ തല വയറ്റിനോടൊപ്പം എഴുതിയില്ല. നീതി എൻ്റെ തല മുഹമ്മദിന് മുമ്പിൽ കൊണ്ടുവരണം. എൻ്റെ തല കണ്ട് അവൻ പേടിച്ചു വിടണം. നോക്കൂ ശ്രോതാക്കൾ, ഇതായിരുന്നു ആ ദുഷ്ടൻ അന്തിമ അഭിലാഷം. അവൻ്റെ തല മുറിച്ചതിന് മസീദിലുള്ളവർ നബിയുടെ മുന്നിൽ എത്തിച്ചു. വിവരങ്ങളെല്ലാം ധരിപ്പിച്ചു. ഒരു നബി സല്ലല്ലാഹു തങ്ങൾ സദസ്സിൽ വെച്ച് പ്രകാരം പ്രഖ്യാപിച്ചു, എല്ലാ നബിമാർക്കും ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ ശത്രുവാണ് ഏറ്റവും വലിയ ശത്രു. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ പുതിയ പ്രസംഗം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അടുത്തത് ഗാനം മുഹമ്മദ് ഷമീൽ എ. Assalamualaikum.
ചേർത്തു പാടാം ഇതിഹാസത്തേറിയേറാം. നബിയേ നബിയേ മുജിതബ നബിയേ 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 മുജിതബ നബിയേ നബിയേ. അസ്സലാമു അലൈക്കും. അടുത്തത് സൈനുൽ ആബിദീൻ പ്രസംഗം. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, മാതാപിതാക്കളെ, അസ്സലാമു അലൈക്കും. അന്ത്യപ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാൻ കഴിയുന്നതിൽ ആദ്യം തന്നെ അല്ലാഹുവിനെ ആശ്രയിക്കുന്നു. അൽഹംദുലില്ലാഹ്. മുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം മൂല്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഈ കൊച്ചു പ്രസംഗത്തിൽ അതെല്ലാം വിശദീകരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാം. മുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ഇത് വെറുതെ പറയുക മാത്രമല്ല അവിടുന്ന് ചെയ്തത്, അവിടുത്തെ ജീവിതത്തിൽ നിന്ന് കാണിച്ചു തരികയും ചെയ്തു. ഇതുകൊണ്ട് തന്നെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശത്രുക്കൾ പോലും അലാമീൻ എന്ന് വിളിച്ചത്. ഒരിക്കൽ ഒരു അറാബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, എനിക്ക് എല്ലാ തെറ്റുകളിൽ നിന്നും ഒരേ സമയം മാറി നിൽക്കാൻ കഴിയില്ലല്ലോ പ്രവാചകനെ. ഏതെങ്കിലും ഒരു തെറ്റിൽ നിന്ന് മാത്രമേ എനിക്ക് മാറി നിൽക്കാൻ കഴിയൂ നബിയെ. ഈ സമയത്ത് നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അറാബിയോട് പറഞ്ഞു, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയരുത്. ഇത് കേട്ട അറാബിക്ക് സന്തോഷമായി. കള്ളം മാത്രം പറയാതിരുന്നാലും മതിയല്ലോ, ബാക്കി എല്ലാ തെറ്റും ചെയ്യാലോ എന്ന് കരുതി സന്തോഷിക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹം അടുത്ത ദിവസം മോഷ്ടിക്കണമെന്ന ഉദ്ദേശത്തോടെ ഒരു വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഈ സമയത്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ടുള്ള കരാർ അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത്. നാളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മോഷ്ടിച്ചിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ അദ്ദേഹം മോഷണ ശ്രമത്തിൽ നിന്ന് പിന്മാറി. ഇങ്ങനെ ഓരോ തെറ്റുകയും ചെയ്യുകയും നിങ്ങൾ ചെയ്ത കരാർ ഓർമ്മ വരികയും എല്ലാ തെറ്റുകളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയും സ്വലിഹായ മനുഷ്യരായി ജീവിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് പ്രവാചകൻ അവിടുത്തെ അനുയായികളെ ഉപദേശിച്ച് സന്മാർഗത്തിലേക്ക് നയിച്ചിരുന്നത്. നമ്മളെല്ലാവരും പ്രവാചക ചര്യ പിൻപറ്റി ജീവിക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ കുറിച്ച് പ്രസംഗം ഇവിടെ അവസാനിക്കുന്നു. മുഹമ്മദ് സൈനുൽ ആബിദീൻ ഗാനം. മദീന പാലകൻ പ്രിയനിൽ തന്നലീന പാലൊളി വിതറും മുത്ത് ഹബീബ് പാവന തീരും എൻ്റെ നസീബ്. നബി 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 ഉലകിൽ സലം സലം നിലാവേ. നബി നബി ഉലകിൽ ഫലം ഫലം പ്രഭാവേ. പ്രഭാമയം കിരണം പ്രപഞ്ചനിദാനം പ്രവാചക പ്രഭുവേ പ്രചോദനം വികാരം. ആദരക്കനി മരം ത്വാഹാരസൂല് ആസരപ്പെരും വരം ഹൈറാം സബീല് ആരമുള്ള അനുഗ്രഹം നൂറെ കമാല് അലമുൽ മുദാനിദി ലംഘുൻ ജമാല്. അസ്സലാമു അലൈക്കും. അടുത്തത് പ്രസംഗം മുഹമ്മദ് ഷഫീഖ് കെ. പറുദീസയിലുണ്ടൊരു മുല്ല പരിപാവനമായൊരസർ മുല്ല പരിശോഭിതമാണ് നബിയുള്ള. പറുദീസയിലുണ്ടൊരു മുല്ല പരിപാവനമായൊരസർ മുല്ല പരിശോഭിതമാണ് നബിയുള്ള. പരിശുദ്ധ റസൂലോരെ സല്ലല്ലാഹു ലാഹൂത്തിനധിപതി നൂറേ ലാവണ്യത്തിനൊളി ബദറേ. ലാഹൂത്തിനധിപതി നൂറേ ലാവണ്യത്തിനൊളി ബദറേ. ലോഹിൽ നീറന്നൊരു നായകരെ നബിയെ സുബുറേ നൂറേ. ലോകം പാടത്തു പുരാണവനേറ്റതിന്നൂറേ. ജിന്നും ജമല ജിബാലും പറവകളും
ജിന്നാതുൽ ഫിർദൗസിൽ കോർത്തു കുരുത്തൊരു പേര് മുഹമ്മദേ ജിന്നും ജമൽ ജിബാൽ പറവകളൊക്കെ പടച്ചവരെ അഹദേ ജിന്നാതുൽ ഫിർദൗസിൽ കോർത്തു കുരുത്തൊരു പേര് മുഹമ്മദേ ഖുദ്സിന്റെ മിനാരത്തിലൂടെ മായമേറി പറന്നവരെ മുറാജിൻ മന്നാനത്ത് മുനാജ നടത്തിയതും അജബേ ഖുദ്സിന്റെ മിനാരത്തിലൂടെ മായമേറി പറന്നവരെ മുറാജിൻ മന്നാനത്ത് മുനാജ നടത്തിയതും അജബേ താളത്തിൽ അറബനമുട്ട് ഈണത്തിൽ ദഫും കൊട്ട് ഈരാവ് പുലർന്നാൾ ആ നബിയോരുടെ മംഗളമേ ഇന്നീ ദുനിയാവിലെ രംഗരമായവരെ നബിയെ സുബ്രേ ഇല്ല ഇനി ഈ ലോകത്ത് ഈ മുത്തൊരു പോലൊരു മുത്ത് സൗജത്ത് ഹദീജത്തും സൗന്ദര്യമന്നൂറ് എന്നാൽ അല്ലാമുൽ അയ്ബ് പറയും നേടിയതിന്നൂറ് എന്നാൽ അല്ലാമുൽ അയ്ബ് പറയും നേടിയതിന്നൂറ്. അസ്സലാമു അലൈക്കും. അടുത്തതായി മുഹമ്മദ് സഹബ് ഹലോ അസ്സലാമു അലൈക്കും. സയ്യിദുനാ താരകമുല്ലേ തങ്കമലർനിധിരാജയിരല്ലേ കണ്ണുകളിൽ അഞ്ജനമഴകിയ അഷ്റഫുൽ ഹൽക്കവരേ അജബുകളിൽ അതിരിട മൊഴിയേ മക്കയിലെ മാറിൽ തട്ടിനകം തൊട്ട് ഓർത്തനിലാവിതളേ സയ്യിദുനാ താരകമുല്ലേ തങ്കമലർനിധിരാജരിതല്ലേ കണ്ണുകളിൽ അഞ്ജനമഴുകിയ അഷ്റഫുൽ ഹൽക്കവരേ മരുമണ്ണിൽ പിരിയും പന്നീർ മലരിൽ മണമേ മുത്തു റസൂലേ മനസ്സിന്റെ മണവിൽ കോട്ടിൽ വിരുന്നു വന്നിടുമോ മരുമണ്ണിൽ പിരിയും പന്നീർ മലരിൽ മണമേ മുത്തു റസൂലേ മനസ്സിന്റെ മണവിൽ കോട്ടിൽ വിരുന്നു വന്നിടുമോ മധുകളായി പാടിയിടുന്നേ മദിനത്തെ മണ്ണിൽ വിളിതേടുന്നേ മകരത്തമായി ചാരയണയാൻ പൂതിയേറുന്നേ സയ്യിദുനാ താരകമുല്ലേ തങ്കമലർനിധിരാജരിതല്ലേ കണ്ണുകളിൽ അഞ്ജനമഴകിയ അഷ്റഫുൽ ഹൽക്കവരേ അല്ലാഹുവേ ആദരകരിയേ അജബകളിൽ അതിരിട മൊഴിയേ മക്കയിലെ മണൽ തട്ടിനകത്തൊട്ട് പൂതയാവിതളേ സയ്യിദുനാ താരകമുല്ലേ തങ്കമലർനിധിരാജരിതല്ലേ കണ്ണുകളിൽ അഞ്ജനമഴകിയ അഷ്റഫുൽ ഹൽക്കവരേ അല്ലാഹുവേ ആദരകരിയേ അജബുകളിൽ അതിരിട മൊഴിയേ മക്കയിലെ മണൽ തട്ടിനകത്തൊട്ട് പൂതനിലാവിതളേ സയ്യിദുനാ താരകമുല്ലേ തങ്കമലർനിധിരാജരിതല്ലേ കണ്ണുകളിൽ അഞ്ജനമൊഴുകിയ അഷ്റഫുൽ ഹൽക്കവരേ. അസ്സലാമു അലൈക്കും. അടുത്തത് ആകാശത്തിലെ താരകമായി ഭൂമിയിൽ വന്നൊരു നൂറൊളിവ് പാരിൽ പാരിത ശോഭവിത് മുത്തുനബിയുടെ മീലാദ് മുത്തുനബിയുടെ മീലാദ് ആകാശത്തിലെ താരകമായി ഭൂമിയിൽ വന്നൊരു നൂറൊളിവ് പാരിൽ പാരിത ശോഭവിതേറിയ മുത്തുനബിയുടെ മീലാദ് മുത്തുനബിയുടെ മീലാദ് കിസ്റ കൈസർ നെറ്റി വിറച്ചു സാവതടാകം വറ്റി രണ്ടു ഹർഷും
നബിയുടെ മീലാദ് മുത്ത് നബിയുടെ മീലാദ് കൂരിൽ മുത്തിയ ലോകത്ത് കോലം കെട്ടൊരു കാലത്ത് കാലം കാത്തൊരു നേരത്ത് മുത്ത് നബിയുടെ മീലാദ് മുത്ത് നബിയുടെ മീലാദ് ആകാശത്തിലെ താരകമാ ഭൂമിയിൽ വന്നൊരു നൂറൊളിവ് പാരിൽ പാരിൽ ശോഭവിതറിയ മുത്ത് നബിയുടെ മീലാദ് നബിയുടെ മീലാദ്. അസ്സലാമു അലൈക്കും. 4B on the stage. السلام عليكم. رقت عيناي شوقا ولطلبة ذرفت عشقا فأتيت إلى حبيبي فاهدا يا قلبي ورفقا صل على محمد. السلام عليك يا رسول الله. السلام عليك يا حبيبي يا نبي الله. السلام عليك يا رسول الله. السلام عليك يا حبيبي يا نبي الله يا رسول الله. قلب بالحق تألق وبآله راح تعلق ابقي يسأل غالبهم فأتاه وهي فاشرح اقرأ اقرأ يا محمد. السلام عليك يا رسول الله. السلام عليك يا حبيبي يا نبي الله. السلام عليك يا رسول الله. السلام عليك يا حبيبي يا نبي الله. السلام عليكم. അടുത്തതായി മുഹമ്മദ് മിഷൻ നാം ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു ഭാഗമായിട്ടാണ്. തങ്ങളുടെ ജീവിത കേടുകളിൽ നിന്നും അല്പം ഞാൻ പറയട്ടെ. എനിക്ക് അല്പം മാത്രമേ പറയാൻ കഴിയൂ. പ്രിയരെ, 5 നേരത്തെ നിസ്കാരം ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണല്ലോ. നാളെ മഹ്ശറിൽ വെച്ച് അല്ലാഹു ആദ്യമായി ചോദിക്കുന്ന ചോദ്യം നീ നിസ്കരിച്ചാണെന്നാണ്. മുസ്ലിങ്ങളും മറ്റു മനുഷ്യരും തമ്മിലുള്ള അന്തരം നിസ്കാരമാണ്. വളരെ ഖേദകരം എന്നും പറയട്ടെ. നിസ്കാരത്തിനോട് ചിലർക്ക് തീരെ താല്പര്യമില്ല. ബാങ്കിന്റെ ധ്വനി പള്ളിയിൽ നിന്നും മുടങ്ങുമ്പോൾ അങ്ങാടികളിലും കടകളിലും സമയം ചിലവഴിക്കുന്നവരെ ധാരാളമായി നമുക്ക് കാണാൻ കഴിയുന്നു. ഈ പുണ്യസുദിനത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിസ്കാരം മുറുകെ പിടിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൈൻ AK ഗാനം 4AB-ക്കാര് തയ്യാറാവേണ്ടതാണ്. അസ്സലാമു അലൈക്കും. സുഹ്റബത്തു സാക്കിയ റാദിയ ഷജറുകൾ തരമാ സലാമിന്റെ സുഗന്ധം തരു ഗുരു ഷറഫിന്റെ നിധി മതി സന്തോഷം പൊന്തൊരു ചന്ദൻ ചന്ദിര ശോഭി സൂര പൊരുൾ കസുറ അഹ്മദ് പുണർത്ത സുഗന്ധവൾ മികൈത പുകൈത കന്നി പിറന്ന നബിക്കും ഫാത്തിമത്ത് സുഹ്റ മെച്ചമിലക്ഷണം വെച്ചൊരു റോജ മിമിക തിക തിക സഖിയാലി ഓജ തരുൾ തരുൾ ബുഷിറ നബി തൻ ഒരു മകൾ ബുഷിറ സുഹ്റബത്തുൽ സാക്കിയ റാലിയ ഷജറുകൾ തരമാ സലാമിന്റെ സുഗന്ധം തരു ഗുരു ഷറഫിന്റെ നിധി മാറ്റി സന്തോഷം പൊന്തരു ചന്ദൻ ചന്ദിര ചുന്ദര ചന്ദിര ശോഭി സൂര പൊരുൾ കസുറ അഹ്മദ് പൂണത്ത സുഗന്ധമല്ലി ഇത് പുകിണ്ട കന്നി പിറന്ന നബിക്കും ഫാത്തിമത്തെ സുഹ്റ മെച്ചമിലക്ഷണം വെച്ചൊരു റോജ മിമിക തിക തിക സാഗി ഹോജ
തരുൾ തരുൾ ബുസ്റാ നബി തൻ ഒരു മകൾ സുഹ്റാ മുത്തുതിലാണ്ടേ പിത്തനേത്ത് നിന്റെ ഒത്തു കുടുംബത്തുണ്ടേ ശരിമിലിട്ടെ മുത്തുതിലാണ്ടേ പിത്തനേത്ത് നിന്റെ ഒത്തു കുടുംബത്തുണ്ടേ ശിരമിലിട്ടെ സജറുകൾ തരമാൽ സലാമിന്റെ സുഗന്ധം തരു ഗുരു ഷറഫിന്റെ നിധി മതി സന്തോഷം പൊന്തൊരു ചന്തം ചന്ദ്ര ചന്ദ്ര ശോഭിസൂര പൊരുൾ കസുറ അഹമ്മദ് പുണർത്ത സുഗന്ധവൻ പുകണ്ട കന്നി പിറന്ന നബിക്കും ഫാത്തിമത്ത് സുഹ്റ മെച്ചമില്ലക്ഷണം വെച്ചോറു റോജ മികത്തി കത്തി കസാകി അലി ഹോജ തരുൾ തരുൾ ബുശ്റാ നബി തൻ ഒരു മകൾ സുഹ്റ. അസ്സലാമു അലൈക്കും. അടുത്തത് ബിശ്റുൽ ഹാഫി ഇംഗ്ലീഷ് പ്രസംഗം. തൊട്ടടുത്ത് മിസ്സബ് വി കെ ഗാനം, അതിനുശേഷം മിഷൽ ആൻഡ് സെൻ ലവിദിൻ സംഘഗാനം, ശേഷം 4B. Assalamu alaikum. Respected teachers and my dear friends, today I am very happy to join with you because we are celebrating the birthday of Prophet Sallallahu Alaihi Wasallam. So I want to share some of my thoughts. Topic of Prophet Message. Firstly, I praise Allah, the Almighty, who blessed me to the golden opportunity. Alhamdulillah. Yes, in Islam, I mean it's right to think about the life of Holy Prophet Sallallahu Alaihi Wasallam, especially the chapter of his message. Allah the Almighty says, I have just sent you warriors, mercy for the our world. Other world. This Quranic verses, Allah will not be merciful to anyone who will not be merciful. Assalamu alaikum. മിസ്സബ്. തങ്ങളെ എല്ലാ ശിഷ്യകളും നേതാവാണ്. ആ നേതാവിന്റെ ഉമ്മക്കാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസം നാം സന്തോഷങ്ങളാണ്. ഈ ലോകം ചുറ്റും നോക്കുന്ന നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രം. ഒരവസരത്തിൽ മക്കളെ ഒരു പ്രശ്നം ഒരിടക്കുണ്ടായി. അതൊരു ആ